പ്രിയമുള്ളവരെ, നന്നായിരിക്കുന്നുവോ? ഈ പ്രഭാതം നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? സന്തോഷമായിരിക്കുന്നുവോ? യേശു കൂടെയുള്ളപ്പോൾ സന്തോഷമുണ്ടായിരിക്കേണ്ടതല്ലേ? ഒരു ഭാഗത്ത് സന്തോഷമുണ്ട്, മറ്റൊരു ഭാഗത്ത് ഒരു കാര്യത്തെക്കുറിച്ച് വിഷമം തോന്നുന്നുണ്ട്. എന്തുകൊണ്ട്? ചില കാര്യങ്ങൾ ബാധിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ പഠിപ്പിന്റെ കാര്യത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ എന്തോ ഒരു ബാധിപ്പുണ്ടോ? ദൈവം തരുന്ന വാഗ്ദത്തം എന്താണെന്നോ? അപ്പോസ്തലപ്രവൃത്തികൾ 15:16. ഞാൻ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. ചില കാര്യങ്ങൾ ശൂന്യമായിരിക്കുകയാണല്ലോ, അതിനെ വീണ്ടും ശരിയാക്കിത്തരും എന്ന് യേശു പറയുന്നു. ചില സ്ഥലങ്ങളിൽ ചെന്നാൽ അവിടെ ജോലി നടക്കുന്നുണ്ടാകും. എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ റെനോവേറ്റ് ചെയ്യുകയാണെന്ന് പറയും. പഴയതായിരിക്കുന്നു, അതിനെ പുതുക്കുകയാണ് എന്ന് പറയും. പഴയ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റിയിട്ട് നല്ലതെല്ലാം ഉപയോഗിക്കാനായി വെക്കും. അതെല്ലാം പുതുക്കി ശരിയാക്കേണ്ട ഭാഗങ്ങളെല്ലാം ശരിയാക്കി പുതിയ പെയിന്റ് അടിച്ച് പുതിയ ബിൽഡിംഗ് പോലെയുണ്ടാകും. അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനത് കണ്ടിട്ടുണ്ട്. ഇത് കൊള്ളാലോ, ഇത് പുതിയതാണല്ലോ, നല്ല മോഡലാണോ എന്ന് ചോദിച്ചാൽ, ഇതൊരു പഴയ കെട്ടിടമായിരുന്നു, പാഴായി കിടക്കുകയായിരുന്നു, അവിടെയും ഇവിടെയും ഇടിഞ്ഞു വീണ് കറ പിടിച്ച് ശൂന്യമായി കിടക്കുകയായിരുന്നു. പിന്നെങ്ങനെ പുതിയതായി? ഞങ്ങളെല്ലാ അറ്റകുറ്റപ്പണിയും നോക്കി പുതിയതായി പെയിന്റ് അടിച്ച് ശരിയാക്കി എടുത്തിരിക്കുന്നു. ഇതേപോലെ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കളുടെ ജീവിതം തകർന്നിരിക്കുകയാണോ? നേർവഴിക്കല്ലാതായിരിക്കുന്നോ? ചിതറിക്കിടക്കുകയാണോ? അത് നേരെയാക്കണം, ശരിയാക്കണം. നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളുടെ ഫാമിലി ലൈഫ്, നിങ്ങളുടെ ബിസിനസ് ബാധിക്കപ്പെട്ടിരിക്കുകയാണോ? എന്തോ തെറ്റ് ചെയ്തു പോയി, അത് ചിതറിക്കിടക്കുന്നു. ദൈവം അതിനെ നേരെയാക്കി സ്ഥിരമാക്കും എന്ന് പറയുന്നു. ദൈവത്തിന്റെ കയ്യിൽ സമർപ്പിക്കണം, അത്രയുള്ളൂ. ശരിയായ ആളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ അത് നേരെയാക്കി തരും. അതുകൊണ്ട് യേശുക്രിസ്തുവാണ് ശരിയാക്കുന്നവൻ. നിങ്ങളുടെ ഉടഞ്ഞുപോയ, ചിതറിപ്പോയ ജീവിതത്തെ ശരിയാക്കി അതിനെ നേരെയാക്കാൻ ശക്തിയുള്ളവനാണ് യേശു. ഈ ലോകത്തെ മുഴുവനും ദൈവം മനോഹരമായി സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. അതിന് മേൽനോട്ടമില്ലാതെ പാഴായി കിടന്നതായിരുന്നു, പരിപാലനമില്ലായിരുന്നു. സാത്താൻ വന്ന് പല കാര്യങ്ങൾ ചെയ്ത് ഒന്നിനും കൊള്ളാത്തതാക്കി മാറ്റി. ദൈവം വീണ്ടും അതിനെ നേരായ വിധത്തിൽ സൃഷ്ടിച്ച് മനോഹരമായി മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചു. പിശാചി വീണ്ടും മനുഷ്യന്റെ ഉള്ളിൽ കടന്ന് പാപവും ശാപവും പല മോശമായ കാര്യങ്ങളും കൊണ്ടുവന്ന് മാറ്റിക്കളഞ്ഞു. അത് ശരിയാക്കാനാണ് ദൈവം മനുഷ്യനായി വന്ന്, യേശുവായി വന്ന് കുരിശിൽ മരിച്ച് സാത്താനെ ജയിച്ച് ദൈവത്തിന്റെ കൈകളിൽ ആരൊക്കെയാണോ ജീവിതത്തെ കൊടുക്കുന്നത് അവരുടെ ജീവിതത്തെ ശരിയാക്കി പുതുപ്പിച്ച് ക്രമപ്പെടുത്തി ആശീർവദിക്കും. എന്റെ ജീവിതവും അങ്ങനെയായിരുന്നു. പാപത്താൽ പാഴായിപ്പോയിരുന്നു. രോഗശയ്യയിൽ മരിക്കാൻ കിടന്നു. യേശുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ ജീവിതത്തെ ശരിയാക്കി പുതിയതാക്കി ജീവിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്കും ചെയ്യും. ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമോ? ദൈവമേ, എന്റെ ജീവിതം പാഴായിരിക്കുന്നു, പാപത്താലും ശാപത്താലും ചില തെറ്റുകൾ കൊണ്ടും ആ ജാഗ്രത കൊണ്ടും എന്റെ തെറ്റ് കാരണവും അതിനെ ശരിയാക്കി തരേണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അതിനെ ശരിയാക്കി പുതിയതാക്കും. ഏൽപ്പിക്കുമോ? പിതാവേ, ഈ മകനും ഈ മകളും ഏതൊക്കെ കാര്യങ്ങളിലാണ് ശരിയാക്കേണ്ടത്, നേരെയാക്കേണ്ടതെന്ന് സമർപ്പിക്കുന്നുവോ അവർക്ക് വേണ്ടി അങ്ങ് കുരിശിൽ മരിച്ചതോർക്കേണമേ. യേശുവിന്റെ നാമത്തിൽ ശരിയാക്കി നേരെയാക്കി പുതിയതാക്കി സന്തോഷിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ